ഞാൻ ജാസ്മിൻ്റെ ഒക്കെ കേട്ടു. ജാസ്മിൻ്റെ ഒക്കെ ഈ പറയുന്ന പോലെ കുറേ പ്രശ്നങ്ങൾ അവർ വീടുകൾ അവിടെയൊക്കെ അവരെ ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടു. ആ കുട്ടി അതിനകത്ത് അവർ എന്താ പറയുക, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് കുറേ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. ബിഗ് ബോസ് ഉണ്ടാവോ എപ്പോഴും ഒരു ബിഗ് ബോസ് അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാമിൻ്റെയും ടൈറ്റിൽ വിന്നർ എന്ന് പറയുമ്പം കുറച്ച് നല്ല ക്വാളിറ്റീസ് ഒക്കെ വേണ്ടേ? അല്ല, ഒരു വിന്നർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പരിപാടിയുടെ വിന്നറായിട്ടിരിക്കുമ്പോൾ അയാൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വേണം, അല്ലെങ്കിൽ അയാൾ നമ്മളൊരു റോൾ മോഡൽ വേണ്ട. ഇപ്പം ബിഗ് ബോസിനെ കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളും ആണ്. കുറേ പേർക്ക് ഇഷ്ടമല്ല, കുറേ പേർക്ക് ഇഷ്ടമുണ്ട്, അങ്ങനെയൊക്കെയുണ്ട്. പക്ഷെ എന്നാലും ഒരു വിന്നർ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വേണം. ഇപ്പോൾ ഒരു ലേഡി വിന്നർ ഉണ്ടായാൽ കൊള്ളാം. അതിപ്പം ഒരു വിന്നറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയേണ്ടത്, ലേഡി വിന്നർ വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു ലേഡിന്നോ ഒരാണെന്നോ ഒരു സ്ത്രീന്നൊന്നും ഇല്ല. എല്ലാവരും മനുഷ്യന്മാരാണ്. ഒരു നല്ലൊരു മനുഷ്യന് കിട്ടട്ടെ, സഹജീവികളോട് കരുണയും, അല്ലെങ്കിൽ നമ്മൾക്ക് അവരെ കണ്ട് എന്തെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് ഉപകാരമൊക്കെ ഉള്ള ഒരാൾക്ക് കിട്ടട്ടെ, അതല്ലേ. അല്ലാതെ ഒരു ലേഡി വിന്നർ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഞാൻ പലരും പറയുന്നത് കേട്ടു, ആണുങ്ങൾക്കാണ് ജനങ്ങളുടെ സപ്പോർട്ട് കൂടുതൽ സ്ത്രീകളെക്കാണെന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷെ എനിക്കതങ്ങനെ തോന്നുന്നില്ല കേട്ടോ. ആര് നല്ലത് ചെയ്യുന്നോ അവരുടെ കൂടെ ജനങ്ങളുണ്ടാവും. ഈ പറയുന്നത് പോലെ ലേഡി വിന്നർ വരുമെന്ന് എനിക്ക് അറിയത്തില്ല. ജാസ്മിൻ്റെ കണ്ടിരുന്നു. ഇനി ജാസ്മിൻ എല്ലാവരും പറയുന്നു സ്ട്രഗിൾ ചെയ്ത് വന്നൊരു കുട്ടിയാണെന്ന് പറയുന്നു. ആ വീട്ടിലെല്ലാവരും സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ അവിടെ എങ്ങനെ പ്ലേ ചെയ്യുന്നു അത് എൻ്റെ രീതിയാണ്. അങ്ങനെയാണ് ഓരോരുത്തരും. അപ്പം ജാസ്മിൻ ഈ പറയുന്ന പോലെ ആക്ച്വലി ജാസ്മിൻ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് പേരാണ് ഈ ഒരു സീസണിന് ഇപ്പം നിങ്ങൾ തന്നെ ഇത്രയും പേര് അതിൽ വന്നിട്ട് ചോദിക്കുന്നത് ജാസ്മിൻ്റെ കാര്യമാണ്. അപ്പോൾ ഒരു ഷോയ്ക്ക് ഒരു കണ്ടന്റ് ഉണ്ടാക്കി കൊടുത്ത ഒരാൾ ജാസ്മിൻ തന്നെയാണ്. അതുകൊണ്ട് ജാസ്മിൻ വിന്നർ ആവണമെന്നൊന്നും പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടട്ടെ, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ പറയുന്ന പോലെ കുറേ പേരുടെ ഒരു അതിന് എന്താ പറയാ, അതിന് ഞാൻ ഉത്തരം പറയുന്നില്ല. ഇപ്പം നിങ്ങളുടെ സീസൺ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇതൊരു മോശം സീസണാണെന്ന് പല ആൾക്കാരും നിങ്ങളുടെ മത്സരാർത്ഥികൾ പോലും പറയുന്നുണ്ട്. എനിക്ക് പേഴ്സണലി സീസൺ 6 വലിയ താല്പര്യമില്ല. കാരണം താല്പര്യത്തിൻ്റെ അല്ല. ഇപ്പം ഞാൻ സീസൺ 5 പോയതിന് ശേഷമാണ് ഒരു ബിഗ് ബോസ് കണ്ടിന്യൂസ് ഇരുന്ന് കാണാനായിട്ട് ഞാൻ ശ്രമിച്ചത്. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം മുതൽ ഈ പറയുന്ന പോലെ ആദ്യം ഒരു ഭയങ്കര മാസമായിട്ട് എല്ലാവരും വന്നിട്ട് ആ വന്നതിൻ്റെ ഇതൊന്നും പിന്നീട് കാണാനായിട്ട് പറ്റിയില്ല. പിന്നെ ഈ പറയുന്ന പോലെ നല്ലൊരു ഗെയിമർ ആരെന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്നൊരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാൻ പറ്റുന്ന രീതിയിൽ ആരും ഇല്ല. അത് അവരുടെ മിസ്റ്റേക്കാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ആ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ചിലപ്പോൾ പ്ലാൻ ചെയ്തിട്ട് പോകുന്നവർക്ക് സംഭവിക്കുന്നത് അവിടെ ചെന്ന് കഴിയുമ്പം ഇപ്പോൾ കാണുന്നോ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നതോ ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നൊന്നുമല്ല. അവിടുത്തെ സാഹചര്യങ്ങൾ വേറെയാണ്. അപ്പം പലരുടെയും പ്ലാനിങ്ങുകൾ മാറുന്നുണ്ട്. അപ്പം പലർക്കും പല മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നുണ്ട്. ഇതൊരു ഗെയിമല്ലേ. ഇപ്പം ഈ പറയുന്ന പോലെ ഇപ്പോൾ ഒരു 100 ദിവസം കഴിഞ്ഞു, ഇന്ന് ഫിനാലയും കൂടെ കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ഹൈപ്പൊക്കെ അങ്ങ് പോവും. ഈ പറയുന്നത് പോലെ അതിനകത്ത് നിന്നവർക്ക് കുറച്ച് ആൾക്കാർക്കെങ്കിലും ഈ പറയുന്ന പോലെ സൈബർ ബുള്ളിങ്ങൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അവരെടുത്താൽ കൊള്ളാം. അത്രേ. ഇപ്പം ഞാൻ ജാസ്മിൻ്റെ ഒക്കെ കേട്ടു. ജാസ്മിൻ്റെ ഒക്കെ ഈ പറയുന്ന പോലെ കുറേ പ്രശ്നങ്ങൾ അവർ വീടുകൾ അവിടെയൊക്കെ അവരെ ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടു. ആ കുട്ടി അതിനകത്ത് അവർ എന്താ പറയുക, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് കുറേ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. അതൊരു ഷോയാണെന്ന് കരുതി അതിനെ വിട്ടിട്ട് ഇനി അവർ പുറത്ത് വരുമ്പം എല്ലാവരും ഈ പറയുന്നത് പോലെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം കുട്ടിക്കൊരു പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഞാനിപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ ആ വീട്ടിൽ എന്ത് ചെയ്തോ അതാണ് പുറത്തുള്ള ഒരു എന്താ പറയുക, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അല്ല, നമ്മൾ എന്ത് ചെയ്തോ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നമ്മൾ തന്നെ തയ്യാറാവണം. അത് മറ്റുള്ളവരെ ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അവരവരൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്ത് ചെയ്തോ അതിൻ്റെ ഭവിഷ്യത്ത് അല്ലെങ്കിൽ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് ഞാൻ എടുക്കാൻ തയ്യാറാവണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം